ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലൂടെ ഒരു പ്രാവശ്യവും കൂടി ദൈവവചനം പങ്കുവയ്ക്കുവാൻ അനുവദിച്ച കൃപാലുവായ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു വരുന്ന മത്തായി സുവിശേഷത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചിന്തിച്ചു വരുന്നത് സ്തോത്രം അവിടുത്തെ പ്രാരംഭവാക്യങ്ങൾ അബ്രാഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് രേഖപ്പെടുത്തിയിരിക്കയാൽ അവിടെ യേശു ക്രിസ്തു അബ്രഹാമിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ, ദാവീദിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ, മനുഷ്യപുത്രനാകുന്നത് എങ്ങനെ, ജോസഫിൻ്റെ പുത്രനാകുന്നത് എങ്ങനെ, മറിയയുടെ പുത്രനാകുന്നത് എങ്ങനെ, അതുകൊണ്ട് യേശുക്രിസ്തു ആരുടെ പുത്രനാണ്, ദൈവപുത്രനാകുന്നത് എങ്ങനെ? അതിൽ നിന്ന് നാം ചിന്തിക്കുന്നത് യേശുക്രിസ്തു ദൈവപുത്രനാകുന്നത് എങ്ങനെ. അപ്പം നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടതായ വിഷയം യേശുക്രിസ്തു ദൈവപുത്രനാകുന്നത് എങ്ങനെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം നാം വായിക്കുമ്പോൾ അവൻ ദൈവപുത്രൻ ആയിരുന്നു സത്യമെന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം സംഭവിക്കുന്ന സംഭവ വികാസങ്ങളെ കണ്ട് ജനം പറഞ്ഞു, സാക്ഷാൽ അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറഞ്ഞു ഭയപ്പെട്ടു. മർക്കോസ് സുവിശേഷം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 34 മുതൽ വായിക്കുമ്പോൾ 9-ാം മണി നേരത്തെ യേശു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത്, എലോഹി എലോഹി ലമ്മ ശബത്താനി എന്ന് അത്യുച്ചത്തിൽ നിലവിളിച്ചു. സ്തോത്രം. അതുകൊണ്ട് തുടർന്ന് വായിക്കുമ്പോൾ ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ദേവാലയത്തിൽ സംഭവിക്കുന്നതും ആ സമയത്ത് ദേശത്ത് സംഭവിക്കുന്നതുമായ സംഭവ വികാസങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു, അവൻ ദൈവപുത്രനായിരുന്നു സത്യമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണോ, അതേ ദൈവമാണോ? സ്തോത്രം. അപ്പോൾ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയായി സ്തോത്രം ഒരുവൻ വരുന്നു. സങ്കീർത്തനത്തിലൂടെ, മിഖാപ്രവചനങ്ങളിലൂടെ ഇങ്ങനെയൊക്കെയും തുടർന്ന് നാം പഠിച്ചു വരുമ്പോൾ ശയാപ്രവചനത്തിലൂടെയൊക്കെ നമുക്ക് അത് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സ്ത്രീയിലൂടെ ജനിച്ചു വരുന്നതായ കർത്താവായ യേശുക്രിസ്തുവിനെ വിവിധമായ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാം. യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആരാകുന്നു? ഇവിടെ യേശുക്രിസ്തു ദൈവപുത്രനോ? എങ്ങനെയാണ് ദൈവപുത്രനായി ഇരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സ്തോത്രം. യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ ദൈവപുത്രനായിരിക്കുന്നത് എങ്ങനെയെന്ന് റോമാലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് എഴുന്നേൽക്കുകയാൽ
വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചതും. അവരിൽ യേശുക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചാണ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത്. സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ ഹല്ലേലൂയ സകലരും പാപിയാണ്. ദൈവവചനം പറയുന്നു, സ്തോത്രം, നന്മ ചെയ്യുന്നവനാരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. എന്നാൽ തിന്മയില്ലാത്തൊരു വ്യക്തിയെ നമുക്ക് വേണ്ടി കാൽവറിയിലേക്ക് യാഗമായി അർപ്പിപ്പാൻ തന്നു എന്നുള്ളതാണ്. സ്തോത്രം. എന്തുകൊണ്ട്, എങ്ങനെയാണത് തന്നത്? സ്തോത്രം. എബ്രായ ലേഖനം നമ്മൾ 2-ാം അധ്യായത്തിൻ്റെ 14-12 മുതലൊക്കെ നമ്മൾ വായിച്ചു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സ്തോത്രം. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട്, സ്തോത്രം, അവനും ജഡം ധരിച്ചു. ശിയാപ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14 ഈ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നതായ കുട്ടി ദൈവം നമ്മോടുകൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കും. അവൻ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ. അപ്പോൾ ദൈവം നമ്മോട് കൂടെയാകുന്നു. അവൻ ദൈവപുത്രനാകുന്നു, അല്ലെങ്കിൽ ദൈവം പുത്രത്വം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 നാം വായിക്കുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തിയ സകല നാമത്തിനും മേലായ നാമം നൽകി. ഇത് നാം അങ്ങനെ വായിച്ച് വരുമ്പോൾ, 11 വരെ നാം വായിക്കുമ്പോൾ, സ്തോത്രം, യേശു ക്രിസ്തു എന്നത് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ്. അല്ലെങ്കിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി തീർന്നു. അപ്പോൾ ദൈവം, സ്തോത്രം, മക്കളെ രക്ഷിപ്പാൻ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവരോട് താതാത്മ്യം പ്രാപിച്ച് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് യേശു ആരാണ്? സ്തോത്രം, ദൈവമാണ്. മനുഷ്യൻ വിശുദ്ധിയില്ലാതിരിക്കുമ്പോൾ വിശുദ്ധനായി മനുഷ്യരിൽ ജനിച്ചവൻ ഒരുവൻ ഉണ്ട്, അവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ പാപം അറിഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല, അവനിലൊരു കുറ്റവും ഇല്ല. ഊനമില്ലാത്ത, സ്തോത്രം, ഒരു കുറവും ആർക്കും പറയുവാൻ കഴിയാത്ത, സ്തോത്രം, ആർക്കും അവനിൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ കഴിയാത്ത ഒരു മനുഷ്യനായി ജനിച്ചവനുണ്ട് എങ്കിൽ അവൻ കർത്താവായ യേശു ക്രിസ്തുവത്രേ. അതുകൊണ്ടാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടത്. ദൈവം പുത്രത്വം സ്വീകരിച്ചു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായിരിക്കൊണ്ട് അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദാസരൂപമെടുത്തതാണ്. മനുഷ്യ സാദൃശ്യത്തിലായവനാണ്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയവനാണ്. സ്തോത്രം. അതുകൊണ്ട് പുലിവേഷം കെട്ടിയാൽ പുലിയാകുകയില്ല. സ്തോത്രം. പുലിവേഷം കെട്ടുന്നത് കൊണ്ട് പുലിയാകുന്നില്ല. പുലി വേഷം കെട്ടിയാൽ പുലി തന്നെയായിരിക്കും. പറഞ്ഞതിൻ്റെ താല്പര്യം, അവൻ ദൈവമാണ് സാക്ഷാൽ. അവൻ ഹല്ലേലൂയ പുരാതനമേ ഉള്ളവനാണ്. അവൻ പണ്ടേ ഉള്ളവനാണ്. അവൻ മുഖാന്തരമാണ് സകലതും ഉളവായത്. അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അവൻ സൃഷ്ടാവായ ദൈവം തന്നെയാണ്. സ്തോത്രം. അവൻ ഈ ഭൂമിയിലേക്ക്, സ്തോത്രം, മക്കളെ രക്ഷിപ്പാൻ ജഡത്തിൽ വെളിപ്പെട്ടു. സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ക്രിസ്തുവെന്ന ദൈവ മർമ്മത്തെക്കുറിച്ച് ഒന്ന് അറിയേണ്ടതുണ്ട്. കൊലോസ്യ ലേഖനവും നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നമുക്കതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 15 മുതൽ നാം വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും അല്ലെങ്കിൽ സർവസൃഷ്ടിക്കും ആദിജാതനാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുൻപേ ഉള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. സകലത്തിൽ താൻ മുൻപനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെയുണ്ട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. സ്തോത്രം. പ്രിയരേ, അവൻ, സ്തോത്രം, സകലത്തിനും ആധാരമായിരിക്കുന്നവനാണ്. അവൻ മുൻപേയുള്ളവനാണ്. അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കർത്താവായ ദൈവം തന്നെയാണ് യേശു ക്രിസ്തു. സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നവൻ വീരനാം ദൈവം എന്നാണ്. സ്തോത്രം. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, യോഹന്നാൻ 5:20 ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശു ക്രിസ്തു തന്നെയാണ് ദൈവപുത്രൻ, അല്ലെങ്കിൽ ദൈവം പുത്രൻ ആയി പുത്രത്വം സ്വീകരിച്ചു, അല്ലെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ടു. ദൈവമെന്ന സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിലാണ് മനുഷ്യ സാദൃശ്യമുള്ളവനായി തീർന്നു. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി, വചനം ദൈവമായിരുന്നു. സ്തോത്രം. അപ്പം അവനാണ് സ്തോത്രം നമുക്ക് വെളിപ്പെട്ടത്. അതുകൊണ്ട് ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. യഥാർത്ഥമായ സത്യദൈവത്തെ
വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിലൂടെയാകുന്നു എന്നുള്ളത് നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ കർത്താവ് പറഞ്ഞത് ഒരു കാര്യമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 26, 27 നമുക്ക് വായിക്കുമ്പോൾ സ്തോത്രം, ഈ ഒരു സത്യം യേശു ക്രിസ്തു സംസാരിക്കുകയാണ്. അത് ഇങ്ങനെയാകുന്നു വായിക്കുന്നത്. സ്തോത്രം, ഇവിടെ ഇങ്ങനെ വായിക്കുന്നു: പിതാവിനെക്കുറിച്ചാകുന്നു അവൻ തങ്ങളോട് പറഞ്ഞതെന്ന് അവർ ഗ്രഹിച്ചില്ല. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. എപ്പോൾ? യേശു ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം, അതിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിനും ഉയർപ്പിനും ശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ഗ്രഹിക്കാത്ത സത്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഞാൻ തന്നെയാണ് അവനെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും. സ്തോത്രം. യെശയ്യാവ് 9:6 പറയുന്ന അവൻ വീരനാം ദൈവമാകുന്നു. സ്തോത്രം. 7:14 പറയുന്നു ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവലാണ്, ദൈവം നമ്മോടുകൂടെയാകുന്നു എന്ന് പറയുന്നു. 1 യോഹന്നാൻ 5:20 അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. തീത്തോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 12 അവൻ മഹാദൈവവും രക്ഷിതാവ് ആകുന്നു എന്ന് പറയുന്നു. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 5 വായിക്കുന്നു സർവത്തിനും മീതെ ദൈവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ ജഡമായി തീർന്ന ദൈവമാണെന്ന് പറയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 ഞാനും പിതാവും ഒന്നായ ദൈവമാകുന്നു എന്ന് പറയുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 1:17 തൊട്ട് വായിക്കുമ്പോൾ അവൻ ആദ്യനും അന്ത്യനുമായ ദൈവമാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ദൈവപുത്രനാകുന്നത് എങ്ങനെയാണ്? വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ചോ അവനെ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ദൈവം തന്നെ പുത്രത്വം സ്വീകരിച്ച് മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റി നമുക്ക് നൽകിയ ആ ദൈവം, സ്തോത്രം, ഹല്ലേലൂയ, ഏക സത്യദൈവമായ കർത്താവാണ്. സ്തോത്രം. ആ ദൈവം തന്നെയാണ്, സ്തോത്രം, നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നത്. ഞാനും പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്തോത്രം. മക്കൾ രക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, സ്തോത്രം, വേഷത്തിൽ മനുഷ്യനായി മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ താഴ്ത്തിയ ആ ജഡത്തിൽ വെളിപ്പെട്ടത് യഹോവയായ ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്, പിതാവിൻ്റെ ആത്മാവിനിൽ വസിക്കുന്നു എന്ന്, പിതാവിനിൽ സംസാരിക്കുന്നു എന്നൊക്കെയും കർത്താവ് പറഞ്ഞത്. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ, തിരുവചനത്തിലൂടെ, പ്രവചനത്തിലൂടെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അവൻ്റെ മേൽ എൻ്റെ ആത്മാവ് താമസിക്കും. യേശു ക്രിസ്തുവിൽ യഹോവയുടെ ആത്മാവാണ്. യേശു ക്രിസ്തു എന്ന ജഡ ശരീരത്തിൽ കർത്താവായ ദൈവത്തിൻ്റെ ആത്മാവാണ് ഇരുന്നത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞ ഞാൻ പിതാവും ഒന്നാകുന്നു, എന്നെ കണ്ടവർ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ രൂപമല്ല മനുഷ്യരൂപം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. സ്തോത്രം. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം, സത്യം ഇതാണ്. ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു.
അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. അപ്പോൾ സ്ത്രീയുടെ സന്തതിയായി മനുഷ്യവേഷത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന കർത്താവ് ആയ യേശുക്രിസ്തു വാസ്തവത്തിൽ ആ യേശുക്രിസ്തു സത്യദൈവമാകുന്നു, അല്ലെങ്കിൽ യഹോവ തന്നെയാകുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നതാണ്. ഈ സത്യമാണ് ജഡത്തിൽ വെളിപ്പെട്ടുവെന്ന് ഉള്ളതായ ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതും അറിയേണ്ടതുമാകുന്നു. സ്തോത്രം. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം. സ്തോത്രം. ദൈവത്തോടെന്ന് പറയുമ്പോൾ വേറൊരു ദൈവമുണ്ട് എന്ന് ചിന്തിക്കരുത്. ഏക സത്യ ദൈവമായ നിന്നെയും യേശുക്രിസ്തുവിനെ അറിയുന്നതിനെയാണ് നിത്യജീവൻ. ദൈവം ഒരുവൻ മാത്രം, ദൈവം ഏകൻ തന്നെ എന്ന് സ്തോത്രം നമുക്ക് ശരിയായി മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്, സ്തോത്രം, അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. ജഡത്തിൽ വെളിപ്പെട്ട, സ്തോത്രം, അല്ലെങ്കിൽ ജഡത്തിൽ ഒരു മനുഷ്യരും വിശുദ്ധരല്ലാതിരിക്കുമ്പോൾ വിശുദ്ധനായവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അതുകൊണ്ട് അവനെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. വിശുദ്ധനാരും ലോകത്തില്ല, അവനാണ് വിശുദ്ധൻ. സ്തോത്രം. അവനാണ്, ഹല്ലേലൂയ, സ്തോത്രം, പാപമില്ലാത്തവൻ. പഴയ നിയമം നാം പരിശോധിക്കുമ്പോൾ അവന് വിശുദ്ധനെന്നാണ്. അവനാണ്, ഹല്ലേലൂയ, വിശുദ്ധിയുടെ ആത്മാവുള്ള ദൈവത്തിന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ മാറ്റി ഇന്ന് നാം ചിന്തിക്കുക. തെറ്റായ അബദ്ധമായ ധാരണകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി അറിയുകയും നിത്യതയ്ക്ക് യോഗ്യമായി തീരുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ തന്നെയാണ് സത്യദൈവം, അവൻ തന്നെയാണ് നിത്യജീവൻ. യേശുക്രിസ്തു ദൈവപുത്രനാകുന്നത് എങ്ങനെ? യഥാർത്ഥത്തിൽ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആ ദൈവം ഏകസത്യ ദൈവമാണ്. ഞാൻ തന്നെ അവനെന്ന് ഗ്രഹിക്കാത്ത കാര്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തെയും ഓർമ്മിപ്പിക്കും. അപ്പോൾ അവൻ്റെ നാമത്തിനു വേണ്ടി, അവൻ്റെ നാമത്തിൽ നാം പ്രവർത്തിപ്പാനിടയാകും. സത്യം നിങ്ങളെ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യട്ടെ. ദൈവം നമ്മളെ ഈ വചനങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഗോഡ് ബ്ലെസ് യു.